അസ്സലാമലൈക്കും. നമ്മൾ പാഠത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കടക്കാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞെത്തിയത് ആ കാളൻ ആ കുതിരയെ, സുൽത്താൻ എന്ന പേരുള്ള കുതിരയെ തിരിച്ച് ബാബാ ഭാരതിൻ്റെ ആലയിൽ കൊണ്ടുവച്ചപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഒരു സന്തോഷം, അല്ലേ? സന്തോഷത്തിൻ്റെ കണ്ണുനീരുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് അങ്ങനെ സുബഹ് ഹോത്തെ ഹി, സുബഹി ആയ ഉടനെ ബാബാ ഭാരതി അപ്പനെ കമരേസെ, തൻ്റെ റൂമിൽ നിന്നും നിക്കൽക്കർ പുറത്തു വന്നിട്ട് സർദ് പാനീസെ ഗസൽ കിയ, തണുത്ത വെള്ളം കൊണ്ട് കഴുകി അല്ലെങ്കിൽ കുളിച്ചു. അദ്ദേഹം ഒന്ന് ഫ്രഷായി. ഉസ്കെ ബാദ്, അതിനുശേഷം ഉൻകെ പാവവും, അദ്ദേഹത്തിൻ്റെ കാലുകൾ, അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ ഇസ്തബൽ കി തറഫ്, ആലയുടെ നേരെ ഇസ്തറഹ് പടെ, ഇപ്രകാരം വെച്ചു. അതായത് പാവം പഠന എന്ന് പറഞ്ഞാൽ മുന്നേറുക എന്നാണ്. അപ്പം അങ്ങനെ അദ്ദേഹം വൃത്തിയായി കുളിച്ച് വൃത്തിയായതിന് ശേഷം ആലയുടെ നേരേക്ക് മുന്നേറി. ഓക്കെ, ആലയുടെ നേരെ ഇപ്രകാരം മുന്നേറി. ഏത് പ്രകാരം എന്ന് പറഞ്ഞാൽ കോയി ഖ്വാബുമേ ചെൽ രഹാഹോ, ഏതോ ഒരു സ്വപ്നത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ അദ്ദേഹം ഇങ്ങനെ നടന്നതാ. പെട്ടെന്നുണ്ട്. പക്ഷേ ദർവാസെ പർ, വാതിലിനടുത്ത് പഹുഞ്ചത്തേഹി, എത്തിയ ഉടനെ അദ്ദേഹം ചൂമ്പടെ പെട്ടെന്ന് നെട്ടി. ഉനെ അദ്ദേഹം അപ്പിനി ഗലത്തി കാ എഹ്സാസ് ഹുവ, തൻ്റെ തെറ്റിനെ മനസ്സിലാക്കി. അതായത് അദ്ദേഹം സ്വപ്നത്തിലല്ല, എന്താ അത് പെട്ടെന്ന് സ്വപ്നം പോലെ ഇങ്ങനെ നടന്നത്. പെട്ടെന്ന് ഇങ്ങനെ വാതിലിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരു സാധനം കണ്ടപ്പോൾ അദ്ദേഹം നെട്ടി ഉണർന്നു. അപ്പോൾ അദ്ദേഹം അപ്പനി വൽത്തീക്ക ഹിസാസുവ, തൻ്റെ തെറ്റിനെ അദ്ദേഹം മനസ്സിലാക്കി. പറഞ്ഞാൽ അദ്ദേഹം ബോധവാനായി, ഉറക്കത്തിൽ നിന്നും സ്വപ്നത്തിൽ നിന്നും ബോധവാനായി. അപ്പോൾ ഇപ്പോൾ ഗോഡ, തൻ്റെ കുതിര ഇതാ വഹാ കഹാത്ത, അവിടെ എവിടെയോ ഉള്ള മാതിരി, അവിടെ എവിടെയോ ഉണ്ടായിരുന്നു തൻ്റെ കുതിര. അതായത് തൻ്റെ കുതിരനെ അദ്ദേഹം കണ്ടു എന്നർത്ഥം. ശരിക്കും തന്നെ കണ്ടു എന്ന്, സ്വപ്നത്തിലൊന്നല്ലാന്ന്. അങ്ങനെ ഗോഡ കുതിര അപ്പനെ മാലിക്കെ, തൻ്റെ യജമാനൻ്റെ കഥമോക്കി ചാപ്പ്, തൻ്റെ യജമാനൻ്റെ പാദങ്ങളുടെ ചാപ്പ്, ശബ്ദത്തെ, അതായത് കാലടി പാദങ്ങളുടെ ശബ്ദത്തെ ചാലിയ, തിരിച്ചറിഞ്ഞു. അതായത് കാലടി ശബ്ദം ആ കുതിര എന്തായി തിരിച്ചറിഞ്ഞു. ഓർ ജോർ സെ ഹനായ, ഉറക്കെ കരഞ്ഞു. ഓർ ചിനച്ചു എന്നൊക്കെ പറയും. കുതിര കരയുന്നതിന് ചിനച്ച്, ഉറക്കെ കരഞ്ഞു. ബാബാ ഭാരതി ദൗഡ്ത്തെ ഹുയെ, ബാബാ ഭാരതി ഓടിക്കൊണ്ട് ഇസ്തബൽ കെ അന്തർ ചലേഗയെ, ആലയുടെ ഉള്ളിലേക്ക് ചെന്നു. ഓർ അപ്നെ ഗോഡയ്ക്ക് ഗിലെ, എന്നിട്ടോ തൻ്റെ ഗോഡയെ ഗിലേസ് പറഞ്ഞാൽ കഴുത്തോട് ലപ്പഡ്കർ ചേർത്തിട്ട് ആലിംഗനം ചെയ്തിട്ട് ഇസ്തറ റോനേലകെ, ഇപ്രകാരം കരയാൻ തുടങ്ങി. ജയ്സെ, എപ്രകാരമാണോ കരയുന്നത്? ബിച്ചഡാ ഹുവാ ബാപ്പ്, ബിച്ചഡ എന്ന് പറഞ്ഞാൽ പിരിഞ്ഞു പോയ, അതായത് നഷ്ടപ്പെട്ടു പോയ. അപ്പോൾ അത് കുറേ കാലങ്ങൾ പിരിഞ്ഞു പോയ ബാപ്പ്, ഉപ്പ, മുദ്ദത്കെ, കാലങ്ങൾക്ക് ശേഷം ബേട്ടേസെ, മക്കളോട് മിൽക്കർ റോത്താഹെ, കണ്ടുമുട്ടിയിട്ട് റോത്താഹെ, കരയുന്നു. അപ്രകാരം പോലെ, അതായത് ഒരുപാട് പിരിഞ്ഞുപോയ തൻ്റെ രക്ഷിതാവിനെ കുറേ കാലങ്ങൾക്ക് മുമ്പ് പിരിഞ്ഞുപോയ തൻ്റെ മക്കളെ കണ്ടുമുട്ടുമ്പോൾ ഒരു രക്ഷിതാവ് എത്രത്തോളം കരയോ, സന്തോഷം കൊണ്ട് കരയോ, അതേപോലെ അദ്ദേഹം തൻ്റെ ഗോഡനെ കണ്ടപ്പോഴും കരയാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. എന്നിട്ടോ മാത്രമല്ല ബാർബാർ, പല പ്രാവശ്യം ഉസ്കി ഗിർദൻ പെർ, ആ കുതിരയുടെ കഴുത്തിന്മേൽ ഹാത്ത്, കൈകൾ തലോടിക്കൊണ്ട്, പേർണ എന്ന് പറഞ്ഞാൽ ഓടിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കൈകൊണ്ട് തലോടിയിട്ട് ഓർക്ക് അദ്ദേഹത്തെ എങ്ങനെ പറയുമായിരുന്നു, അബ് ഇനി കോയി ഒരാളും തന്നെ ഗരീബോങ്കി, പാവങ്ങളെ മദത് കർണേസെ, സഹായിക്കുന്നതിൽ നിന്ന് ഇൻകാർണ കരേക, ഒരിക്കലും എന്താവില്ല, നിഷേധിക്കൂല, ഒരിക്കലും അവർ ലംഘിക്കൂല, ഒഴിവാക്കൂല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ. നല്ലതാണ് ഇപ്പോൾ ആര് ചെയ്തത്? ആ കാളൻ എന്ന് പറയുന്ന ആ പാവപ്പെട്ടവൻ, അതായത് കൊള്ളക്കാരൻ ചെയ്തത് നന്നായി. ഇനി എല്ലാവരും എന്താ പറയുക, തെറ്റിദ്ധരിക്കാതിരിക്കല്ലോ ഈ കള്ളന്മാരെന്നും അല്ല പാവങ്ങളെ എന്ന് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ കഥ അവസാനിക്കുന്നത്. എല്ലാവർക്കും കഥ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് എന്തെങ്കിലും ആയിട്ട് നിങ്ങൾ ചോദിക്കണം. അസ്സലാമു അലൈക്കും.